എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത്. അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ട 6 മാസം നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയപ്പോൾ പല ആളുകളുടെയും സംശയം പുതുതായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്തുന്നതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണവും പ്രവാസി അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അറിയിപ്പുകളൊക്കെ ഉണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ 2 വർഷം മുമ്പാണ് പറഞ്ഞത്. അന്ന് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ആ ഒരു സമയം ഇങ്ങനെ നീട്ടി നൽകിയിരുന്നു. ആ ഒരു സമയമാണ് ഇപ്പോൾ 6 മാസം കൂടി ദീർഘിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബർ 31 അവസാനിച്ചിരുന്ന തീയതിയാണ് 2026 ജൂൺ 30 വരെ നീട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ആരൊക്കെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എന്നാണ് പല ആളുകളുടെയും സംശയം. ഇതിൽ വ്യക്തമായിട്ട് പറയുകയാണ്, 2020 ജനുവരി 1 മുതൽ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള, അതിനുശേഷം പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള ആരും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അന്ന് ചെയ്യാത്ത 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവരോടാണ് ഈ ഒരു സമയത്തിനുള്ളിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. 6 മാസത്തെ സാവകാശമുണ്ട്, അത് ചെയ്യുക. ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും. ബാക്കിയുള്ളവരാരും ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ ലഭിക്കുന്നവരും ഇനി വരുമാന സർട്ടിഫിക്കറ്റ് പുതിയൊരു അറിയിപ്പ് വരുന്നത് വരെ നൽകേണ്ടതില്ല. ഇതാണ് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ അറിയിപ്പ്. മറ്റൊന്ന്, ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 20-ന് ശേഷം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. 20-ന് ഒരു കടമെടുപ്പ് ഉണ്ടാകും. 22-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരേണ്ടതുണ്ട്. ഉടൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 20-ാം തീയതി തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങിയാണ്. 29-ന് ബജറ്റ് ഉണ്ട്. അതിൽ വർധനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം 31-ന് മുമ്പ് എല്ലാവർക്കും ബാങ്കിലും കയ്യിലൊക്കെ പെൻഷൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, കെട്ടിട നിർമ്മാണ തൊഴിലാളി കാര്യം വളരെ കഷ്ടമാണ്. അവർക്ക് ഓഫീസിൽ വിളിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ അറിയില്ല. ഫണ്ട് വന്നാൽ വിതരണം ചെയ്യും, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അത് കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് തുടരുന്നത്. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും, അതിന് 1000 കോടി രൂപ കടമെടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. 18 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ളത്. പ്രവാസികളുടെയും മുടങ്ങുന്നുണ്ട്, ഇടയ്ക്കിടെ മുടങ്ങുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.